എനിക്കെന്നോ ഈ ഗ്രാമമെന്തിഷ്ടമാണെനിക്കെന്നോ. ഞങ്ങൾ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില വാർഡുകൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതേക്കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കാൻ കുമളി പഞ്ചായത്തിലെ 9-ാം വാർഡ് റോസാപ്പൂക്കണ്ടം തിരഞ്ഞെടുക്കാനുള്ള കാരണം 4-5 കൊല്ലം മുൻപ് ആ പഞ്ചായത്തിലെ അവസ്ഥ ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്നതായിരുന്നു. പണ്ട് നമ്മൾ വരുമ്പോൾ ഒന്നും ഇവിടെ ഈ പറയപ്പെടുന്ന നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയും ഭയങ്കരമായ ഒരു ഓടയായിരുന്നു. അതായത് വേസ്റ്റ് വെള്ളം, ഫോറസ്റ്റിൽ നിന്നും ഒഴുകി വരുന്ന വേസ്റ്റ് വെള്ളവും മാടിനെ വളർത്തിയുള്ള ചാണക വെള്ളം, ഇങ്ങനെയുള്ള വേസ്റ്റ് വെള്ളം പൊക്കോട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് അങ്ങനെ പറയപ്പെടുന്ന വികസനമൊന്നും ഈ റോസാപ്പൂക്കണ്ടത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് പറയപ്പെടുവാണെങ്കിൽ ഇന്ന് ഇടുക്കിയിലെ ഏറ്റവും നല്ല വികസനം നടക്കുന്ന ഒരു ഏരിയയാണ് റോസാപ്പൂക്കണ്ടം എന്ന് പറയുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ശരിയായിട്ടാണ് പ്രദേശമാക്കുന്നത്. പക്ഷേ അത് പുള്ളിയുടെ പ്രവർത്തനത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡുകൾ, ഓടകൾ, ഇതിന്റെ വികസനമൊക്കെ റോസാപ്പൂക്കണ്ടം ഏരിയ ബേസ് ചെയ്താണ്. ഞാൻ 8-ാം വാർഡുകാരാണ്. പക്ഷേ ഞങ്ങളുടെ 8-ാം വാർഡാണ്. പ്രവർത്തനം നല്ല രീതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റിയാണ് ഈ ഹൈറേഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുമളി ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ഡിപ്പോകളിൽ നിന്ന് 100ഓളം ട്രാൻസ്പോർട്ട് ബസ്സുകളും വന്നു പോകുന്നുണ്ട്. അതുപോലെ 300ഓളം പ്രൈവറ്റ് ബസ്സുകളും വരുന്നുണ്ട്. തമിഴ്നാടിന്റെ അതിർത്തിയോട് ചേർന്നുള്ള വാർഡാണിത്. ഇതുപോലുള്ള ഒരു സ്ഥലങ്ങളിൽ വന്നിങ്ങനെ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് ജനങ്ങളെല്ലാവരും കൂടെ. എന്നാലും ഒത്തൊരുമയും സ്നേഹവും സമാധാനവും വികസനവും എന്ന് പറയുന്നത് വളരെ കണ്ടമാനം ഉയർത്തി നിൽക്കുന്ന ഒരു ഏരിയയാണ് റോസാപ്പൂക്കണ്ടം. ഇവിടെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിലും കാട്ടിൽക്കോഴിയാണെങ്കിലും ഫുട്ബോൾ കളിച്ചാണെങ്കിലും സന്തോഷത്തോടെയും കഴിഞ്ഞു നിൽക്കുന്ന ഏരിയയാണ്. അതിന് ഇന്നും നമ്മൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ അകത്ത് വട്ടക്കണ്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള വാർഡാണിത്. കുട്ടികൾക്കായി കളിസ്ഥലങ്ങളോ മറ്റു ഗ്രൗണ്ടുകളോ ഇല്ലാത്തതിനാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റിനകത്തു തന്നെ സേഫായ രീതിയിൽ കുട്ടികൾക്കുള്ള കളിസ്ഥലം അനുവദിക്കുകയും അവിടുത്തെ വട്ടക്കണ്ടം എന്ന ഗ്രൗണ്ടിൽ പരിശീലനം നേടിയ കുട്ടികൾ ദേശീയ തലത്തിൽ ഫുട്ബോൾ കളിക്കുന്നു എന്നത് അത്ഭുതാവഹമാണ്. കണ്ടാണ് ഒരു അംഗനവാടി. ഇതൊന്നും ഈ പറയപ്പെടുന്ന സ്ഥലത്ത് ഇല്ലാതെ കിടന്നൊരു സ്ഥലമാണ്. ഇപ്പൊ അംഗനവാടി വന്നു. എല്ലാ വഴികളും നോക്കിയാലും നമുക്കിപ്പം നല്ലൊരു സന്തോഷവും സമാധാനവും തോന്നുന്നു കുട്ടികൾക്കാണെങ്കിലും. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു അംഗൻവാടി ഇല്ലാതെ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി. ഞങ്ങൾക്ക് നല്ലൊരു അംഗൻവാടി കേബിൾ മെമ്പർ തന്നു. പിന്നെ ഞങ്ങളുടെ ഈ നാട്ടിലുള്ളവരും എല്ലാവരുടെയും സഹകരണത്താൽ നല്ലൊരു അംഗൻവാടി നമുക്ക് കിട്ടി. എൻ്റെ പേര് സേതു ഷക്കീല. ഞാൻ 9-ാം വാർഡിൽ അംഗൻവാടി ടീച്ചറാണ്. ഞങ്ങൾക്ക് വളരെ വർഷങ്ങളായിട്ട് ഒരു അംഗൻവാടി ഇല്ലായിരുന്നു. അംഗൻവാടി എന്ന് ഞങ്ങൾക്കൊരു വളരെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. കാരണം വളരെയധികം കുട്ടികൾ 10-20-25 കുട്ടികളോളം പഠിക്കാൻ വരുന്ന ഒരു അംഗൻവാടിയായിരുന്നു. ഞങ്ങൾ പല വീടുകളിലെ വാടക വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയ ഒരു അംഗൻവാടി, ഹൈടെക് ആയിട്ടുള്ള അംഗൻവാടി നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട 9-ാം വാർഡ് മെമ്പർ കെബിർ മെമ്പർ അവരുടെ വളരെയധികം പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് കിട്ടിയത്. കുട്ടികൾക്ക് രാവിലെ അവല് കൊടുക്കുകയും ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും കൊടുക്കുകയും ചെയ്യും. വൈകുന്നേരം കുഞ്ഞുങ്ങൾക്ക് ഉപ്പുമാവും പിന്നെ ചില ദിവസങ്ങളിൽ പായസമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം പാലും മുട്ടയുണ്ട്. കുട്ടികൾ അംഗൻവാടിയിൽ സാധാരണഗതിയിൽ വരാൻ പറ്റിയല്ല. പക്ഷെ ഇവിടുത്തെ ഈ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ശുചിത്വവും എല്ലാം കൊണ്ട് എല്ലാ കുട്ടികളും തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പോഷകാഹാരമുണ്ട്. ഗർഭിണികൾക്കും പാലൂട്ടുന്നവർക്കും കൗമാരപ്രായക്കാർക്കും പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. ഈ വാർഡിന്റെ ഒരു വശം തമിഴ്നാട് ഫോറസ്റ്റും മറുവശം കേരള ഫോറസ്റ്റുമാണ് എന്നത് ഒരു പ്രത്യേകതയാണ്. ചെക്ക് പോസ്റ്റിനപ്പുറത്ത് തമിഴ്നാട് അതിർത്തിയാണ്. തമിഴ്നാട് നിന്നും വരുന്ന ബസ്സുകളെല്ലാം തിരിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ കുമളി ബസ് സ്റ്റാൻഡിലൂടെ കയറി തിരിച്ചെടുത്താണ് അവരുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. എൻ്റെ പേര് അമാനുല്ല ഖാൻ. ഞാൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. വാർഡ് 9 ഉൾപ്പെടുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കുമളിയുടെ പൊതുജനാരോഗ്യ ചുമതല നിർവഹിക്കുന്ന ഒരു ആരോഗ്യ വകുപ്പ് ജീവനക്കാരനാണ്. റോസാപ്പൂക്കണ്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പൊതുജനാരോഗ്യ രംഗത്ത് ഭീഷണി ഉയർത്തുന്ന പല രോഗങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണെങ്കിലും ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്ക് ആ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്
ഒരു ജനാധിപത്യ സ്വഭാവത്തിലുള്ള ജനകീയമായ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു മേഖലയായിട്ടാണ് ഈ ഒരു റോസാപ്പൂക്കണ്ടം എന്ന് പറയുന്ന വാർഡ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ജനങ്ങളെ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ കബീറിന്റെ നേതൃത്വത്തിൽ ഒരൊറ്റ ടീമായിട്ട് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിയുന്നു എന്നതാണ് ഇവിടുത്തെ ഇത്തരത്തിലുള്ള ഒരു രോഗപ്രതിരോധ സംവിധാനം ഒരുക്കാൻ കാരണമായത് എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ പേര് സുനിയ സുരേന്ദ്രൻ. ഞാൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ്. എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികൾക്കും അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ട സംരക്ഷണം, കുത്തിവയ്പ്പുകൾ ഈ വകുപ്പിൽപ്പെടുന്നതാണ് എൻ്റെ ജോലി. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വളരെ നല്ല ആൾക്കാരാണ് റോസാപ്പൂക്കണ്ടത്ത് താമസിക്കുന്ന ആൾക്കാർ. കാരണം എല്ലാ കാര്യത്തിനും നമ്മളോട് സഹകരിക്കുന്ന, നമ്മൾ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ കൃത്യസമയത്ത് വരികയും പങ്കെടുക്കുകയും ചെയ്യുന്ന വളരെ നല്ല ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. ഞാൻ ഈ 9ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കറാണ്. എൻ്റെ പേര് ദീപ തോമസ്. ഞാൻ വന്നതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഈ വാർഡിലുണ്ട്. ഓടകളെല്ലാം തുറന്ന ഒരു ഓടയായിരുന്നു ഇവിടെ. അതെല്ലാം നമ്മുടെ കബീർ മെമ്പറിന്റെ നേതൃത്വത്തിൽ ആ ഓടകളെല്ലാം ഇപ്പം മൂടപ്പെട്ട അവസ്ഥയിലും ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പല രോഗങ്ങളിൽ നിന്നും അത് മുക്തി നേടാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെയുള്ള ജനങ്ങള് വിദ്യാഭ്യാസം കുറവുള്ളവരുമുണ്ട്, കൂടുതലുള്ളവരുമുണ്ട്. ആ വിദ്യാഭ്യാസം കുറവുള്ളവരുടെ മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്നതോടുകൂടി നമുക്ക് ഒരുപാട് അവർക്ക് അറിവ് പകർന്നു കൊടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാൻ 8ാം വാർഡിലെ ആശാവർക്കറാണ്. എങ്കിലും ഞാൻ ഈ സോഷ്യൽ ഇലക്ഷനും അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഞാൻ സഹകരിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അതിൽ ഒത്തിരി പുരോഗമനം ഈ വാർഡിന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓടകള്, ഡെങ്കു ആണെങ്കിലും കൂടുതലുണ്ടായിരുന്നു ഈ വാർഡുകൾ. ഇപ്പോൾ എല്ലാം മാറി ഇപ്പൊ നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുകയും അതുവഴി സ്ത്രീകൾക്ക് ഒരു തൊഴിലും ജീവിതമാർഗവുമായി മാറുകയും അതുപോലെ തന്നെ കുടുംബശ്രീകൾ സജീവമാകുകയും 16ഓളം കുടുംബശ്രീകളുള്ള ഈ വാർഡിൽ സജീവമായി സത്യസന്ധമായി പ്രവർത്തിക്കാൻ കബീറിന്റെ ശക്തമായ ഇടപെടലിലൂടെ സാധിക്കുന്നുണ്ട്. കുമളി റോസാപ്പൂക്കണ്ടം 9ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ട് പണിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കബീർ മെമ്പർ 9ാം വാർഡിലുള്ള കബീർ മെമ്പറെ കുറുക്കടി ഭാഗത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ശളമം പിടിച്ച് തന്ന് പണിയൊക്കെ മേടിച്ച് തന്നത്. ഞങ്ങളുടെ ഒരു മെമ്പർ ഈ പ്രാവശ്യം കയറിയേക്കുന്ന മെമ്പർ കാരണങ്ങളിൽ ഒത്തിരി വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് കുടിവെള്ളത്തിനാണേലും തൊഴിലുറപ്പാണേലും സമയത്തിന് കിട്ടുന്നു. മസ്റ്റോളടിച്ച് കഴിയുകയും കാര്യങ്ങളൊക്കെ ഒരുപോലെ ചെയ്തു തരുന്നുണ്ട്. പിന്നെ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ഓരോ ദിവസം വേസ്റ്റുകളെടുത്തും അങ്ങനെ ശുചിത്വമായിട്ടുള്ള ഒരു ഈ മെമ്പർ കയറിയതോട് പറ്റുന്നുണ്ട്. ഒരു കാലത്ത് കൂരകളും ചേരികളും അധികൃതമായ ചേരിയുടെ സ്വഭാവത്തിലൂടെ നിലനിന്നിരുന്ന ഈ വാർഡ് ഇപ്പോൾ നല്ല വൃത്തിയും വെളുപ്പുമുള്ള ഓടകളും വഴികളും 3 അടിയുള്ള ഇടവഴികൾ പോലും ടൈലുകൾ പാകി ഒരു മാലിന്യം പോലും റോഡുകളിൽ നിക്ഷേപിക്കാറില്ല. ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രീൻ കുമളി എന്നറിയപ്പെടുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മാസം തോറുമുള്ള അക്ഷീണ പരിശ്രമത്താൽ മാലിന്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് നമ്മളുടെ വാർഡിനെ മാലിന്യമുക്തമാക്കിയാണ് സൂക്ഷിക്കുന്നത്. സോളാർ ലൈറ്റിന്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ തരാനും വെക്കാനും സൗകര്യമില്ല, സാധനമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കെബീറിനോട് ചോദിച്ചു, കെബീർ ഞങ്ങൾ ഈ ഭാഗത്ത് കൊച്ചു പിള്ളേരുടെ സെറ്റിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യവും ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഇവിടെ ലൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിലെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ട് തരാമെന്ന് പറഞ്ഞ് അത് കൊണ്ട് തന്നാൽ വെക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ സ്ഥലത്ത് എനിക്ക് 2 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, ഈ 2 സെൻറ്റ് സ്ഥലത്ത് ഒരു സോളാർ വെക്കാനുള്ള സ്ഥലം ഞാൻ തന്നോളാം. എന്നെ അപേക്ഷിച്ച് ചോദിക്കുകയാണെങ്കിൽ പിന്നെ കബീർ മെമ്പർ നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ നാടിന് അവരുടെ വാർഡ് മാത്രമല്ല അടുത്ത വാർഡിന് പോലും സ്വന്തം കാശ് മുടക്കി തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത് എന്ന് പറഞ്ഞാൽ എനിക്കിത് കൊണ്ട് തന്നുകൊണ്ട് ഒരുപാട് പ്രയോജനമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതിന് കബീറിന് ഞാൻ നന്ദി പറയുന്നു. പഞ്ചായത്ത് പൊതുവേദിയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും നടക്കുന്ന പൊതുവേദി ഈ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വാർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാർഡിലാണ് കുമളിയിലെ പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളായ പോലീസ് സ്റ്റേഷൻ, CBI ഓഫീസ്, എക്സൈസ് ഓഫീസ്, പോലീസ് ഓഫീസ്, PNT ക്വാർട്ടേഴ്സ്, SBI ബാങ്ക്, അക്ഷയ സെന്റർ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നിലകൊള്ളുന്നു. അതുപോലെ
അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറായ കബീറിന്റെ ഓഫീസ് അവിടെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ മെമ്പറിന്റെ പ്രവർത്തനത്തിന്റെ മാഹാത്മ്യമാണ് ഇതിൽ 90% എന്ന് തന്നെ പറയാം. എൻ്റെ പേര് കബീർ. ഞാൻ കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ റോസാപ്പ് കണ്ടം 9ാം വാർഡ് മെമ്പറാണ്. ഞാൻ ഈ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഇലക്ഷനോട് മുന്നോടിയായിട്ട് ഇലക്ഷന് നിൽക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ചെറിയ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിച്ചു പോകുന്ന ആളായിരുന്നു. എന്നാലും ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഇലക്ഷന് നിൽക്കാൻ തീരുമാനിക്കുകയും LDFൻ്റെ അനുമതിയോടുകൂടി 9ാം വാർഡ് റോസാപ്പ് കണ്ടത്തിൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരു അപേക്ഷയോ ലെറ്റർ പാഡോ കൊടുക്കണമെങ്കിൽ ആരെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുത്തേണ്ട ഒരു സ്ഥിതി ഉണ്ടാക്കുന്നില്ല. ഒരപേക്ഷ പറഞ്ഞാലും ലെറ്റർ പാഡുമായി ആ വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് എഴുതി സൈൻ ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ നന്മ പ്രവർത്തികളിൽ ഒന്നാണ്. ഞാൻ കയറുന്ന സമയം ഏകദേശം ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഏകദേശം 4 വർഷക്കാലത്തോളം കഴിഞ്ഞു എൻ്റെ ഈ ജനപ്രതിനിധിയുടെ യാത്ര തുടങ്ങിയിട്ട്, ആ മെമ്പർ എന്ന യാത്ര തുടങ്ങിയിട്ട്. ഇതിനിടയിൽ 2 വർഷക്കാലത്തോളം ഞാൻ മെമ്പറായിരുന്നുവെങ്കിൽ ഇപ്പം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ്. എൻ്റെ വാർഡിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അന്നന്ന് ജോലിക്ക് പോയി അന്നന്ന് ജീവിതം കഴിച്ചു കൂട്ടുന്ന ഏകദേശം 60% ജനങ്ങളാണ് എൻ്റെ വാർഡിലുള്ളത്. എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. കാരണം കുമളി എന്ന് പറയുന്നത് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടൂറിസം സെൻ്ററാണ്. അപ്പം ലോകമെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന ആ ഒരു സെൻ്റർ ആയതുകൊണ്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ വാർഡിനെ അതിമനോഹരമായ നിലയിൽ ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പോലെ തന്നെ ഗോഡ്സ് ഓൺ വാർഡാക്കി മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ വാർഡെന്ന് പറയുന്നത് ജനസാന്ദ്രത കൂടിയ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലവിസ്തീർണം കുറവുള്ള സ്ഥലം കൂടിയായിരുന്നു 9ാം വാർഡ്. പക്ഷേ എന്നാൽ എൻ്റെയും ഞാൻ കയറിയപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള വികസന സമിതി അംഗങ്ങളുടെയും ഓരോ ജനങ്ങളുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം മൂലം അഴുക്കുചാലുകളൊക്കെ ഇന്ന് ഹൈടെക് രീതിയിൽ ഓടകളാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ കഴിവല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന, പൊതുരംഗത്ത് നിൽക്കുന്ന എല്ലാ LDFൻ്റെ ഭരണകക്ഷികളുടെയും വികസന സമിതിയുടെയും ഒക്കെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം മൂലമാണ് ഇത് സാധിക്കാൻ സാധിച്ചത്. ഏറെ എടുത്തു പറയേണ്ട ഒരു വിഷയം, കഴിഞ്ഞ 10-25 വർഷക്കാലത്തോളം അവിടെ ഒരു അംഗൻവാടി ഇല്ലായിരുന്ന വാർഡായിരുന്നു എൻ്റെ വാർഡ്. ആ വാർഡിൽ അവർ ചെറിയ 10 പോലും ഇല്ലാത്ത റൂമുകളിൽ ഇടുങ്ങിയ നിലയിൽ അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളും ടീച്ചർമാരും അംഗൻവാടി വാടകയ്ക്ക്, അതും 2ാമത്തെ നിലയിലാണ് കയറിപ്പോകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു. ഭരണസമിതിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം മൂലം അവിടെ 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുകയും, പ്രത്യേകിച്ച് എൻ്റെ വാർഡെന്ന് പറഞ്ഞാൽ സ്ഥലത്തിന് ഭയങ്കര വിലയുള്ള സ്ഥലമാണ്, ടൗണിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഒരു 5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ വിലയുള്ള സ്ഥലത്ത് 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുകയും ഒരു 5 സെൻറ്റ് സ്ഥലത്ത് തന്നെ 2 അംഗൻവാടികൾ കൊണ്ടുവരികയും അത് ഹൈടെക് ഇന്ന് ജനങ്ങൾ പറയുന്നതനുസരിച്ച് ഏറ്റവും നല്ല, അതായത് അത് വന്ന് കണ്ട ആൾക്കാരൊക്കെ ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല അംഗൻവാടി എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ജലജീവൻ പദ്ധതി, സർക്കാരിൻ്റെ അനുമതിയോടുകൂടി വന്ന ജലജീവൻ പദ്ധതി ഏകദേശം എൻ്റെ വാർഡിൽ 100% പൂർത്തീകരിച്ച് എനിക്ക് വീടുകളിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ പൊതു ടാപ്പുകൾ മാറ്റാൻ സാധിച്ചു. അത് പാഴ്ചെലവായ പഞ്ചായത്തിന് കൂടുതൽ പാഴ്ചെലവ് വരുന്നതാണ് പൊതു ടാപ്പുകൾ. അത് മാറ്റി അവരുടെ വീടുകളിൽ, ഓരോരുത്തരുടെ വീടുകളിലും ജലജീവൻ പദ്ധതിയുടെ ആ പദ്ധതി എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതിലെല്ലാം ഉപരി ഞാൻ പറഞ്ഞു, അന്നന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക്, അവരുടെ ജീവിതമാർക്ക് അന്ന് ജോലിക്ക് പോയാൽ മാത്രം സാധിക്കുന്നവർക്ക് കയറിക്കിടക്കാൻ കടപ്പാടമില്ലാത്ത ഏറ്റവും താഴെ കിടയിൽ കിടക്കുന്ന ജനങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു 70ഓളം ഫാമിലിക്ക്, കുടുംബങ്ങൾക്ക് അവർക്ക് കയറി കിടക്കാനുള്ള കടപ്പാടം കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ഞങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ വീടില്ലെന്ന് പറഞ്ഞാൽ വീട് ഉണ്ടാക്കി തന്നു, കാർഡില്ലെന്ന് പറഞ്ഞാൽ ഒരു കാർഡ് ഉണ്ടാക്കി, അങ്ങനെ ഓരോ സഹായം ഞങ്ങൾക്ക് ചെയ്തു തരും. ആ മെമ്പർ തന്നെ ഞങ്ങൾക്ക് വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. എനിക്ക് പറയാനുള്ളത് മാത്രം, ആ മെമ്പറിനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധിച്ചു തരും. അതിലുപരി അതിനോടൊപ്പം തന്നെ 70 വീടുകൾക്ക് സർവേ ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പല ഓട എന്ന് പറയുന്നത് 10-12 ഓടകളുണ്ടായിരുന്നു. അതെല്ലാം വാർത്ത് നമുക്ക് അത് ഹൈടെക് എന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. റോഡുകൾ
റോഡുകൾ എത്ര വീതി കൂട്ടാൻ സാധിക്കുമോ അത്ര വീതികൾ ചേർത്തെടുത്ത് നമുക്ക് വീതി കൂട്ടി റോഡുകൾ ഹൈടെക് ആക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് വന്യജീവിയുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട്, കുരങ്ങുകളുടെ ശല്യം കൂടുതലുള്ളതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ മാറ്റി സോളാർ 100% 100% സോളാർ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് 100% അല്ലെങ്കിൽ ഏകദേശം 90% നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ ഒരു വർഷം കൊണ്ട് നമുക്കത് 100%-ത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നതും വികസന സമിതിയുടെ പ്രവർത്തനമൊക്കെ കൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉപരി നമ്മൾ മനസ്സിലാക്കി, ഞാൻ കയറുന്ന സമയത്ത് ഒരു വാഗ്ദാനം നൽകിയില്ലെങ്കിൽ പോലും ഏകദേശം ജനങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഭരണസമിതിയുടെയും എൻ്റെയും വികസന സമിതിയുടെയും ജനങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് സാധിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെല്ലാം ഉപരി നമ്മൾ മനസ്സിലാക്കണം, വീടിൻ്റെ ഇന്ന് മയക്കുമരുന്നിന് അഡിക്റ്റായിട്ട് കിടക്കുന്ന, മയക്കുമരുന്ന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത MDMA പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ കയറുന്ന സമയത്ത് റോസാപ്പ് കണ്ടത് ഏകദേശം മയക്കുമരുന്ന് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തൂത്തുവാരി ആ കുട്ടികളെയൊക്കെ ബോധവൽക്കരണം ചെയ്ത് ക്ലാസ്സുകൾ കൊടുത്ത് ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് മൂലം നമുക്കത് അവരെ ഒരു കുടുംബത്തിൻ്റെ നാഥനായി അത്താണിയായിട്ട് അവരെ മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. ഞാനെന്ന വ്യക്തിയല്ല, ഞാനെന്ന എന്നിൽ ചുറ്റുമുള്ള സമൂഹം കൂടി നിൽക്കുന്ന വികസന സമിതിയും ജനങ്ങളും കൂടിയുള്ള ആ ഒറ്റക്കെട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. ഞാൻ ചുരുക്കി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലുപരിയായിട്ട് പല കാര്യങ്ങൾ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് നിർത്തുന്നു. ഈ ഇൻ്റർവ്യൂ എടുത്താൽ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്തിഷ്ടമാണെനിക്കെന്നോ ഈ ഗ്രാമം, എന്തിഷ്ടമാണെനിക്ക്